നമസ്തേ, ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, സ്വാമിയെ ആരാധിച്ച് നടക്കുമ്പോൾ എന്താണ് ശുഭം കിട്ടുന്നുണ്ടോ? അപ്പോൾ സ്വാമിയും ജീവിത വിജയങ്ങളും, സ്വാമിയെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിത വിജയങ്ങളെ പറ്റിയിട്ടാണ് നമ്മളെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ആയിട്ട് ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും നമുക്കുണ്ടാവും. അതെല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. മേൽശാന്തിമാർക്കും തന്ത്രിമാർക്കും ഒക്കെ ഉണ്ടാവുന്ന ഉപാസകർക്കൊക്കെ ആ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സ്വാമിയെ ആരാധിക്കുന്നവർക്ക് എങ്ങനെയാണ് ആ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളെ മാറ്റി മുന്നോട്ട് പോകാൻ പറ്റുക, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്വാമിയെ 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പരാജയബോധം അനുഭവപ്പെടാറില്ല, അല്ലെങ്കിൽ നിരാശ അനുഭവപ്പെടാറില്ല. എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ കാര്യങ്ങളിൽ വിജയസാധ്യത കണ്ടെത്താനായിട്ട് അവർക്ക് കഴിയാറുണ്ട്. അതുപോലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെ പെട്ടെന്ന് തന്നെ തരണം ചെയ്ത് പരാജയബോധത്തെ മറികടന്ന് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ സ്വാമി എന്ന് പറയുന്ന വിഷ്ണുമായ സ്വാമി ആണെങ്കിലും കരിങ്കുട്ടി സ്വാമി ആണെങ്കിലും, സ്വാമി എന്ന് പറയുന്ന ആ മൂർത്തി ബലത്തിനെ സ്വയം സ്വീകരിച്ച് സ്നേഹിച്ച് പ്രാർത്ഥനയോടുകൂടിയും ജപത്തോടുകൂടിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ജീവിത വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും. അത് എൻ്റെ ഒരു ജീവിതാനുഭവമാണ്. ഇവിടെ വരുന്ന പല വ്യക്തികൾക്കും നമുക്കത് ചെയ്തു കൊടുത്തിട്ടും അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടും ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ പരാജയമില്ലാതെ വിജയത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ സ്വാമിയെ ധ്യാനിക്കുന്നവനെ ഒരിക്കലും ദുരിതമില്ലാതിരിക്കുന്നുണ്ടോ? ദുരിതമൊക്കെ വരും, മനുഷ്യ ജീവിതമല്ലേ, ദുരിതം. ഗൃഹസ്ഥാശ്രമിക്ക് തീർച്ചയായിട്ടും ദുരിതങ്ങളുണ്ടാവും. ആ ദുരിതങ്ങളെ മറികടക്കാനുള്ള ബലമാണ് ഭഗവാൻ, ആത്മബലമാണ് ഭഗവാൻ. അതുകൊണ്ട് എല്ലാവരും സ്വാമിയെ ജപിച്ച് മുന്നോട്ട് പോവുക. സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.